മക്കൾക്ക് നേതാക്കൾക്കും ഈ കേരളത്തിൽ ജീവിക്കാൻ അവകാശമില്ലേ എന്നുള്ള ചോദ്യവുമായി ഇന്ന് ഈ സെക്രട്ടറിയുടെ മുമ്പിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ബഹുമാന്യനായ KP രാജേന്ദ്രൻ സാർ, നമുക്കേവർക്കും സ്വാഗതം ആശംസിച്ച പേടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് സാർ, SOBയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട റോയ് കണ്ണഞ്ചിറയച്ച, തങ്കമണി ടീച്ചർ, സുശീൽ ടീച്ചർ, സിനിൽ സാർ, പ്രഭാകരൻ സാർ തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്നവർ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, അനവധി വർഷങ്ങളായി ഈ സെക്രട്ടറിയുടെ മുമ്പിൽ ഇതുപോലെ ഗതികേടിന്റെ സമരം നടത്തേണ്ടി വന്ന ഒരുപറ്റം ആൾക്കാരുടെ ദീർഘശ്വാസത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. കേരളത്തിലെ ഭിന്നശേഷിയുള്ള പ്രത്യേകിച്ച് ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ സ്കൂളുകൾ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ചിട്ട് 60 വർഷം കഴിഞ്ഞിരിക്കുന്നു. RPWD ആക്ട് പ്രകാരം 21 ഭിന്നശേഷികളാണ് നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും തീവ്രതയുള്ള ബുദ്ധിപരമായ പരിമിതി, ഓട്ടിസം, സെർവൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഈ 4 കാറ്റഗറികളിൽ പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പഠനവും പരിശീലനവും പുനരധിവാസവും നൽകുന്നതിന് വേണ്ടി കേരളത്തിൽ അധ്വാനിച്ചു എന്നുള്ള ഒരു തെറ്റൊഴികെ ഈ സ്ഥാപനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം, കേരളത്തില് ഈ സ്ഥാപനങ്ങളിലായി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ ഈ സ്ഥാപനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ജീവനക്കാരുടെ ജീവനും ജീവിതവും കൊടുത്തുകൊണ്ടാണ്. അവർക്ക് മറ്റേതൊരു പൗരനെ പോലെ ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് ഞങ്ങളെ ചോദിക്കാൻ തുടങ്ങിയിട്ട് അനവധി നാളുകളായെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഒരു നീതി നൽകുവാൻ സാധിക്കാതിരിക്കുക? ഈ കുഞ്ഞുങ്ങളുമായി തെരുവിലിറങ്ങേണ്ട ഗതികേട് ഈ കേരളത്തിൽ നമുക്കുണ്ടാകുമ്പോൾ എത്രമാത്രം ഖേദകരമായ ഒന്ന് ആണ് എന്ന് നമ്മൾ ചിന്തിക്കണം. 2009 ആദ്യമായി സ്പെഷ്യൽ സ്കൂളുകൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം നൽകുക. തുടർന്ന് ഇപ്പോൾ ഒരു പാക്കേജ് എന്ന നിലയിൽ ഒരു സഹായം ചെറിയ വിധത്തിൽ നൽകുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനത്തിനും ഒരു ജീവനക്കാർക്കും ഒരു പണവും നൽകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്ത് നീതീകരണം നൽകുവാനാണ് ഇതിനുള്ളത്? ഇവരെ മനോമൂത്രമെടുത്ത് ഈ കുഞ്ഞുങ്ങളെ അടിയും തൊഴിയും കടിയും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് ഒരു വ്രതമായി തന്നെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഇവർക്ക് ജീവിക്കണ്ട എന്ന് സർക്കാരിന് പറയാൻ സാധിക്കുമോ? 11 വർഷം വയസ്സ് കഴിഞ്ഞ് പരിശീലനം നൽകുന്ന തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾക്ക് ബഡ്ജറ്റിൽ തുക കുഴിച്ചിട്ട് ഇതുവരെയും അവർക്ക് ഒരു തുകയും നൽകുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഈ മേഖലയിൽ നാളുകളായി പരിശീലനം നൽകി ഇവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുവാൻ സാധിക്കുന്നില്ല? അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പഠന പരിശീലനം നൽകുന്ന, അല്ലെങ്കിൽ തൊഴിൽ പരിശീലനം നൽകുന്ന, പുനരധിവാസത്തിന് അവസരം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അർഹമായ ധനസഹായം നൽകി സംരക്ഷിക്കുവാൻ ഇടവരണം. നമുക്കറിയാം, ബഡ് സ്കൂളിലെ ഒരു കുട്ടിയുണ്ടെങ്കിൽ സ്ഥാപനത്തിന് അംഗീകാരം നൽകും. സ്വകാര്യ മേഖലയിലാണെങ്കിൽ 19 കുട്ടിയുണ്ടെങ്കിലും അനുവാദം നൽകുകയില്ല. അതെന്തൊരു നീചമായ കാര്യമാണ്. ഈ ഒരു അസന്തുലിതാവസ്ഥ എന്തുകൊണ്ടാണ് നിലനിൽക്കുക? ഈ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ എവിടെ പരിശീലനം നൽകുന്നു എന്നതല്ല. RPWD ആക്ട് പ്രകാരം ഒരു പിതാവും പറയുന്നുണ്ട്, ഇവർക്ക് തൊഴിൽ സംരംഭങ്ങൾ നൽകുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും വേണ്ട ധനസഹായം വീഴ്ച വരുത്തുന്നത് മാത്രമല്ല, 2018 ശേഷം ഒരു മാതാവിനോ പിതാവിനോ ഒരു രക്ഷിതാവിനോ ഒരു തുക പോലും നൽകുവാൻ അനുമതിയില്ല. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് നിരാമയ എന്നൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. സർക്കാർ കഴിഞ്ഞ വർഷം വരെ പണം നൽകിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ 1 രൂപ പോലും പണം നൽകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായം 5 ആയാലും 25 ആയാലും അവരുടെ മാനസിക പക്വത എത്രയാണ് എന്ന്. കേന്ദ്ര ഗവൺമെന്റിന്റെ DDR സ്കീമിൽ കുഞ്ഞുങ്ങളുടെ പഠന പ്രായം എന്നുള്ളത് 23 ആക്കി.
അനവധി നാളുകളായി ആ കാര്യം കേരള ഗവൺമെന്റ് നടത്തിത്തരണമെന്ന് പറയുവാൻ ആരംഭിച്ചിട്ട്, എന്നാൽ ഇതുവരെയും അത് നടത്തുവാനുള്ള ഒരു മനസ്സ് സർക്കാർ കാണിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും നമുക്കറിയാം, 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2-ലോ ജനറൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ BRC പഠിക്കുന്ന ഒരു കുട്ടി, അവര് 10ഓ 12ഓ ക്ലാസ് കഴിയുമ്പോൾ എങ്ങോട്ടാണ് അയക്കുക? ഈ സ്പെഷ്യൽ സ്കൂളുകളിലേക്കാണ്. ഈ സ്പെഷ്യൽ സ്കൂളിലേക്ക് സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതി ഇതിന് ശേഷം പറഞ്ഞു വിടുന്ന ഈ കുട്ടികളെ ആരാണ് സംരക്ഷിക്കുക? കേരളത്തിൽ ഈ സ്വകാര്യ മേഖലയിലല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇവർക്ക് പഠനമോ പരിശീലനമോ തൊഴിലോ പുനരധിവാസം നൽകുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇങ്ങനെ ഗതികേടിന്റെ ഒരു ഡസനിലധികം കാര്യങ്ങൾ ഞങ്ങൾ സർക്കാരിന്റെയോ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ, കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ ഇതൊരു സുഖമുള്ള ഒരു കാര്യമായതുകൊണ്ടല്ല. അനേക 1000 രൂപ മുടക്കി ഈ കുഞ്ഞുങ്ങളുമായി നടക്കാനും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും പോലും പറ്റാത്ത ഈ കുഞ്ഞുങ്ങളുമായി ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താണ് എന്ന് പൊതുസമൂഹമേ നിങ്ങളെങ്കിലും ഒന്ന് ചിന്തിക്കണം. മീഡിയക്കാരൊന്ന് ചിന്തിക്കണം. ഈ കുഞ്ഞുങ്ങളുമായി മാതാപിതാക്കളായി ഗതികേട് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങളിവിടെ നിൽക്കുന്നത്, ഞങ്ങളെല്ലാവരും ഈ ഗതികേടിന് എന്തെങ്കിലും ഒരു നീതി ലഭിക്കണം. ആ ഒരു നീതിക്ക് മാത്രമാണ് ഇവർക്ക് വേണ്ടി ഔദാര്യമല്ല, മറിച്ച് സർക്കാർ പറയുന്ന മാനുഷികമായ ഒരു നീതിയുടെയും അവകാശത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ മാനുഷികമായ ഒരു നീതിയും അർഹമായ അവകാശവും ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഇതാണ്. ഞാൻ എപ്പോഴും ഓർക്കുക, മലപ്പുറത്ത് കളക്ടറേറ്റിന് മുമ്പിൽ ഞങ്ങളൊരു സമരം നടത്തുമ്പോൾ ഒരു പിതാവ് അവിടെ ഒച്ച സ്വരത്തിൽ പറഞ്ഞു, അല്ലയോ ഉദ്യോഗസ്ഥരെ, നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ ഒരു കുഞ്ഞ് ജനിക്കാത്തത് കൊണ്ടാണോ ഞങ്ങളോട് ഇത്രമാത്രം ദാക്ഷിണ്യം നിങ്ങൾ കാണിക്കാത്തത്? ഇത് തന്നെയാണ് പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തി എന്നുള്ള തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞുപോലെ ഈ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി രാവും പകലും ഉറങ്ങാതെ മിഴി തുറന്ന് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന, ഇവരെ പരിചരിക്കുന്ന മാതാപിതാക്കള്, അവർക്ക് വേണ്ട പിന്താങ്ങം കൊടുക്കുന്ന ജീവനക്കാർ, അതിനുവേണ്ടി പണം കണ്ടെത്തുന്ന മാനേജ്മെന്റ്, ഇവരൊക്കെ അടങ്ങുന്ന ഒരു പറ്റം ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങളോട് അല്പം കൂടി നീതി കാണിക്കണം. ഞങ്ങളുടെ മക്കളെ അല്പമെങ്കിലും ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണം. അതിനുള്ള ഒരു കേണപേക്ഷയായി ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാവരെയും അവസരത്തിൽ ഞാനും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഏതാനും ദിവസത്തെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായി ഇവിടെ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു കൂടുമ്പോൾ ഈ മേഖലയുടെ ദയനീയതയും ദുഃഖവുമാണ് നമ്മൾ അറിയിക്കുക. അതിനുവേണ്ടി പ്രിയമാറ്റ മാതാപിതാക്കൾ എടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഇവിടെ എത്തിയിരിക്കുമ്പോൾ നിങ്ങളുടെ ത്യാഗം ഞങ്ങൾക്കറിയാം. ഉപരിയായി മാനേജ്മെന്റ് ഇതിനു വേണ്ടി എല്ലാ പിന്തുണയും നൽകി പ്രിയപ്പെട്ട ജീവനക്കാരെ ഇവിടെ പറഞ്ഞയക്കുവാനുള്ള താല്പര്യമെടുത്തു. അത് ഇവിടെ SSUവും എയ്ഡും പെയ്ഡും മെയ്ഡും ആശ്വാസ് തുടങ്ങി SOB തുടങ്ങി വിവിധ സംഘടനകളിൽ നേതൃത്വം വഹിച്ചു. എല്ലാ പ്രിയപ്പെട്ടവരെയും കൂടി നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ അതിജീവനത്തിനുള്ള സമരത്തിൽ അതിനായി എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഇതിനെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കു നിർത്തുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഏറെ ബഹുമാനപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനും AITUസിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ KP